ഹലോ, എല്ലാവർക്കും എന്നാ ഉണ്ട് വിശേഷം? ഞാൻ സുഖമായിട്ടിരിക്കുന്നു, നിങ്ങൾ സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നൊരു സൺഡേ ആട്ടോ. സൺഡേ സ്പെഷ്യലായിട്ട് ഇന്ന് നമുക്കൊരു സ്പെഷ്യൽ ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ തുടക്കക്കാർക്കും ഇത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബിരിയാണിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് ഉണ്ടാക്കി പഠിച്ചതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. വൈകുന്നേരം ഞാൻ കുറച്ച് പഴംപൊരി ഉണ്ടാക്കി. ഉച്ചയ്ക്ക് ബീഫ് കറി വെച്ച് എൻ്റെ ചട്ടി വരെ എൻ്റെ പിള്ളേർ ആ പഴംപൊരിക്കകത്ത് ഇട്ടത് കണ്ടോ, എല്ലാം കഴിച്ച് തീർത്തിട്ടോ. അടിപൊളി ടേസ്റ്റായിരുന്നു. നമുക്ക് നേരെ ബിരിയാണി ഉണ്ടാക്കാം. അതിനായിട്ട് ഞാൻ 1 കിലോ ചിക്കൻ അവിടെ നല്ല കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. 3 സവോള നേരിയതായിട്ട് അരിഞ്ഞത്, തക്കാളി 2 എണ്ണം നേരിയതായിട്ട് അരിഞ്ഞത്, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചത്, പിന്നെ മല്ലിയില, പുതിനയില, കുറച്ച് ബിരിയാണി മസാല, അതിനുശേഷം കുറച്ച് തൈര് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം നിങ്ങളുടെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനിത് നമ്മുടെ ഓണിയൻ ഫ്രൈ ചെയ്ത കുറച്ച് എണ്ണ ഉണ്ടായിരുന്നു, അതും കുറച്ച് ആവശ്യത്തിനുള്ള നെയ്യും ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൈ കൊണ്ട് നന്നായിട്ട് ഞെരടി പിടിപ്പിച്ച് ഇവന്മാരെ ഒരു മണിക്കൂറെങ്കിലും മാരിനേറ്റ് ചെയ്ത് മാറ്റി വെക്കണം കേട്ടോ. ആ സമയം കൊണ്ട് 1 മണിക്കൂറിൽ നമുക്ക് വെള്ളത്തിൽ അരി ഒന്ന് കുതിരാൻ വെക്കാം. ആ സമയം കൊണ്ട് അത് കുതിർന്ന് വരുന്ന സമയത്തിൽ നമുക്കൊരു ചട്ടി അടുപ്പത്ത് വെച്ച് നമുക്ക് കുറച്ച് ഉള്ളി നന്നായിട്ടൊന്ന് ഇതുപോലെ ഫ്രൈഡ് ചെയ്തെടുത്ത് മാറ്റി വെക്കാം. അത് നമുക്ക് അവസാനം ബിരിയാണിയുടെ മുകളിൽ ഇടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ 1 മണിക്കൂർ ആയിട്ടുണ്ട്. അതിനുശേഷം അതെടുത്ത് അങ്ങനെ തന്നെ അടുപ്പിൽ വെച്ച് നല്ല ലോ ഫ്ലെയിമിൽ അത് കുക്ക് ചെയ്തെടുക്കണം. ആ സമയം കൊണ്ട് ഞാൻ അരി വേവാനുള്ള വെള്ളം ഇവിടെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്ത് കുറച്ച് ക്യാരറ്റും ഫ്രൈ ചെയ്ത ഓണിയനും, പിന്നെ അതിൻ്റെ തന്നെ കുറച്ച് ഓയിൽ, ഉപ്പ് ആവശ്യത്തിന്, പിന്നെ നമ്മുടെ എല്ലാ സ്പൈസസും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് തിളയ്ക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇതുപോലെ നല്ലതൊക്കെ വെള്ളമൊക്കെ ഇങ്ങനെ മാർന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ വെള്ളം തിളയ്ക്കാറാകുന്ന സമയത്ത് കുറച്ച് നാരങ്ങയും കൂടെ പിഴിഞ്ഞു കൊടുത്ത് ഇതുപോലെ നല്ല വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ഇങ്ങനെ വേവിച്ചെടുത്തതിന് ശേഷം അതിന് മുകളിലിട്ട് ദം ചെയ്യാനായിട്ടാണ് നമ്മൾ ഈ വെച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഫ്രൈഡ് ഓണിയൻ ഇട്ടു. പിന്നെ ഞാൻ കുറച്ച് ഗരം മസാലയാണ് ഏറ്റവും അവസാനം ഇട്ട് കൊടുത്തേക്കുന്നത്. കുറച്ച് നെയ്യ്, ആവശ്യത്തിന് നെയ്യ് ഒഴിച്ചോട്ടോ. നെയ്യും കൂടെ ഒഴിച്ച് ഒരു മണിക്കൂറത്തേക്ക് ഇതുപോലെ നല്ല ദം ചെയ്യാൻ വെക്കണം. അടിയിൽ ഞാൻ കട്ടിയുള്ള നല്ല എന്താ പറയുക, ദോശക്കല്ലാണ് വെച്ചേക്കണത്. അതിൻ്റെ മുകളിൽ വെച്ച് 1 മണിക്കൂർ ശേഷം എടുത്ത് നോക്കിയാലല്ലേ ഇതുപോലെ അടിപൊളിയായിട്ടുള്ള സൂപ്പറായിട്ടുള്ള നല്ല ദം ബിരിയാണി കിട്ടും. ടേസ്റ്റ് ഒരു രക്ഷയില്ല കേട്ടോ. ഇങ്ങനെ തന്നെ വെച്ച് നോക്കാം, പെട്ടെന്ന് നമുക്ക് വെക്കാനും പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഞാൻ എല്ലാവർക്കും വിളമ്പി. അടിപൊളിയായിരുന്നു. എല്ലാവരും പറഞ്ഞ് സൂപ്പറാണെന്ന്. മസ്റ്റ് ട്രൈ ആട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും. അപ്പോൾ ജീരകശാല അരിയാണ് ഞാൻ എടുത്തത്. അപ്പോൾ നിങ്ങൾ അതന്നെ എടുത്തോ, അടിപൊളിയാണ്. അതിനെന്നുവെച്ചാൽ ഇങ്ങനത്തെ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ജീരകശാല അരിയാണ് കുറച്ചും കൂടെ നല്ലത്. ഞാൻ മൊത്തത്തിൽ തമിഴ്നാട് ബിരിയാണിയൊക്കെ ഉണ്ടാക്കുമ്പോൾ മറ്റേ നീളത്തുള്ള അരി എടുക്കും കേട്ടോ. പിന്നെ അത്രയേ ഉള്ളൂ. എല്ലാവരും കഴിച്ചു കഴിഞ്ഞ് ഞാനൊരു മാങ്ങയും വെട്ടി, മാങ്ങ സീസൺ ആയതുകൊണ്ട് എല്ലാ ദിവസവും മാങ്ങയുണ്ട്. മാങ്ങയും വെട്ടി കഴിച്ചുകൊണ്ട് തന്നെ നമ്മുടെ കളിയൊക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ വേറൊന്നുമില്ല, ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയതായിട്ട് വരുന്നവർ സബും കൂടെ ചെയ്യണേ. ടാറ്റ ബൈ. വേറൊരു വീഡിയോ ആയിട്ട് കാണാം.